ഭരണഘടന അനുസരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ കശാപ്പ് ചെയ്യപ്പെടുകയാണ്. മാത്രവുമല്ല, അവർ ഭരണകൂടത്തിന്റെ ഒരു കളിപ്പാവയായി മാറിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ ആവേശം കാണിക്കുന്ന ഭരണകൂടം ഭരണപക്ഷത്തിന്റെ നഗ്നമായ ലംഘനങ്ങൾക്ക് നേരെ കമ്മീഷൻ മൗനം പാലിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ വെറും 24 മണിക്കൂറിനുള്ളിൽ നടപടിയെടുക്കാൻ ഓടി നടക്കുന്ന കമ്മീഷൻ പ്രധാനമന്ത്രിയുടെയും UP മുഖ്യമന്ത്രിയുടെയും പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഈ ഇരട്ടത്താപ്പ് ജനാധിപത്യത്തെ അപകടത്തിലേക്കായിരിക്കും എത്തിക്കുക. തമിഴ്നാട്ടിലെ പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ശൈലിയെ വിമർശിച്ചതിനാണ് മല്ലികാർജുൻ ഖാർഗെക്ക് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. മോദി ഒരു ഭീകരവാദിയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന പരാമർശത്തിനെതിരെ BJP പരാതി നൽകി. ഉടൻ തന്നെ കമ്മീഷൻ ഉണർന്നു പ്രവർത്തിച്ചു. എന്നാൽ തന്റെ വാക്കുകൾക്ക് ഖാർഗെ തന്നെ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു ഭീകരവാദി എന്നല്ല, മറിച്ച് ED, CBI തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഭയത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കുന്ന വ്യക്തി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ജനാധിപത്യപരമായ ഈ വിമർശനത്തിന് മേലാണ് കമ്മീഷൻ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ ഒരുങ്ങുന്നത്. പരാതിക്കാരൻ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ആകുമ്പോൾ കമ്മീഷൻ ലഭിക്കുന്ന ഈ അമിത വേഗത എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പരാതികളിൽ കാണാത്തത്? ഇനി നമുക്ക് കമ്മീഷൻ കാണാതെ പോയ ചില യാഥാർത്ഥ്യങ്ങൾ നോക്കാം. 5 സംസ്ഥാനങ്ങളിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ രാജ്യത്തിന്റെ ഔദ്യോഗിക ചാനലായ ദൂരദർശൻ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയത് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പരാതികൾ നിരന്തരം പോയിട്ടും കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ നോട്ടീസ് പോലും അതിനെതിരെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് വേദിയിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസംഗങ്ങൾ വർഗീയ ധ്രുവീകരണത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്നതും വിദ്വേഷം പടർത്തുന്നതുമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെ നിന്നുണ്ടായി. പക്ഷേ പ്രതിപക്ഷം തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും കമ്മീഷൻ കണ്ണടച്ച് ഇരുട്ടാക്കുക മാത്രമാണ് ചെയ്തത്. ഭരണപക്ഷത്തിന് എന്ത് നിയമലംഘനവും നടത്താനുള്ള ഫ്രീ പാസും പ്രതിപക്ഷത്തിന് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാനുള്ള റെഡ് കാർഡും നൽകുന്ന ഈ രീതി നിഷ്പക്ഷ സംവിധാനത്തിന് ഒരിക്കലും ചേർന്നതല്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വതന്ത്ര പദവിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. ആരെയും ഭയപ്പെടാതെ നീതി നടപ്പാക്കേണ്ട ഇടം. എന്നാൽ ഖാർഗെക്കെതിരെ കാണിച്ച ഈ അമിതവേഗം മോദിക്കോ യോഗിക്കോ എതിരെ കാണിക്കാത്തത് കമ്മീഷന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ജനാധിപത്യ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ വരുതിയിലാക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത തന്നെ ഇവിടെ അപകടത്തിലായിരിക്കുകയാണ്.